നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിലെ തടസ്സം നീക്കാൻ ശ്രമങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്ത് ഭരണസമിതി. പ്രധാന തടസ്സമായ വഴിയുടെ വീതിക്കുറവ് പരിഹരിക്കുന്നതിന് പരിസരത്തുള്ള ഭൂവുടമകളുമായി ഭരണനേതൃത്വം ചർച്ച നടത്തി. ഉടമകളിൽ 19-ൽ 17 പേരും ഭൂമി വിട്ടുനൽകാൻ തയ്യാറാണെന്ന് സമ്മതപത്രം നൽകി. നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മറികടക്കുന്നതിനുള്ള നീക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കെട്ടിടം നിർമ്മിക്കേണ്ട സ്ഥലത്തേക്കുള്ള റോഡിന് ആവശ്യത്തിന് വീതിയില്ലാത്ത മൂലം ഫയർ എൻഒസി ലഭിക്കാത്തതാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിന് ഇരുപുറവുമുള്ള ഭൂവുടമകളുമായി പഞ്ചായത്ത് ഭരണസമിതി ചർച്ച നടത്തി. ആകെയുള്ള 19 ഭൂവുടമകളിൽ 17 പേരും റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം സ്വമേധയാ വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഈ പറയുന്ന രീതിയുള്ളെങ്കിൽ ഒരടി രണ്ടടിയൊക്കെ ആണെങ്കിൽ അത് വിട്ട് തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് അതിൻ്റെ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ശക്തമായ വെള്ളക്കെട്ട് മഴയത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റോഡ് വരുമ്പോൾ അവിടെ കാനയും കലുങ്കും ആവശ്യമായിട്ട് വരും. ഈ രണ്ട് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആ റോഡിൻ്റെ കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ച് ആ വെള്ളം അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തേക്ക് അതിന് ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും കാന വേണ്ടി വരും, രണ്ടിനും കാന വേണ്ടി വരും. ആ രണ്ടിനും അത് സൗകര്യപ്പെടുത്തി അത് ചെയ്തു തരികയാണെങ്കിൽ അത് വിട്ടു തരുന്നതിന് കുഴപ്പമില്ല. ഞാൻ മേടിച്ചിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല മുടക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് വിട്ടു താല്പര്യമില്ല. മറ്റ് 2 ഭൂവുടമകളുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച തുടരുകയാണ്. പൊതുജന അഭിപ്രായം മാനിച്ച് പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് സനീറ നസീർ, വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരം, സ്ഥിരം സമിതി അധ്യക്ഷൻ സത്താർ വട്ടക്കുടി എന്നിവർ പറഞ്ഞു. സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവുണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ഇന്ന് ഞങ്ങൾ അവിടെയുള്ള ഭൂവുടമകളെ വിളിച്ച് ഒരു ചർച്ച നടത്തുകയും അതിൽ 90% ആളുകളും ഞങ്ങൾക്ക് സ്ഥലം വിട്ടുതരാമെന്ന് അവർ രേഖാമൂലം എഴുതി തരുമെന്നും ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്തായാലും പുതിയ പഞ്ചായത്ത് പണി തുടങ്ങുന്നതിനുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറയുന്നു. ഏകദേശം 20-25 പേരോളം യോഗത്തിൽ പങ്കെടുക്കുകയും 40 സെൻറ്റ് സ്ഥലം മുതൽ 20 സെൻറ്റ് 18 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ യോഗത്തിൽ വന്ന് പൂർണ്ണ പിന്തുണ പഞ്ചായത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് അവർ കൈമാറിയിട്ടുണ്ട്. വാക്കാൽ പറയുകയും രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പുതിയ ഭരണസമിതിയെ സംബന്ധിച്ച് ഇന്നൊരു അഭിമാന നിമിഷം കൂടിയാണ്. നമുക്കിപ്പോൾ നിലവിൽ ആ പഞ്ചായത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിന് വീതി ഉള്ളത് 14 അടി വീതിയാണ് നമുക്ക് നിലവിലുള്ളത്. അതിൽ നിന്നും അത് നമ്മൾ 16 അടി വീതിയാക്കി ഉയർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചത്. ആ യോഗം വിളിച്ചതിൽ 2 പേരൊഴികെ ബാക്കി മുഴുവൻ സ്ഥല ഉടമകളും സ്ഥലം വിട്ടുതരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകളും മറ്റും ഇവിടെ പങ്കുവച്ചു. അവരോട് പലരും പോയി പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ വീതി ഇനി വിട്ടുകൊടുക്കണം, 2 മീറ്റർ വീതി വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ആകെ പ്രശ്നത്തിലാക്കിയിരിക്കുന്ന സമയത്താണ് ഈ യോഗം വിളിച്ച് അവരുടെ ആശങ്കകൾ മുഴുവൻ പരിഹരിച്ച് ഈ റോഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ആശങ്കകളും പരിഹരിച്ചാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത്. ചർച്ചകളിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഫൗസിയ ഷിയാസ്, സൽജ ജോസ്, അജീബ് ഇരമല്ലൂർ, രാഹുൽ തങ്കപ്പൻ, CK സത്യൻ, ആന്റണി ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി EM അസീസ്, പ്ലാൻ ക്ലാർക്ക് എലിസബത്ത് എന്നിവർ പങ്കെടുത്തു. 1814.78 ചതുരശ്ര മീറ്ററിലുള്ള ഓഫീസ് മന്ദിരം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. 4,80,70,000 രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിർമ്മാണ പെർമിറ്റ് ലഭിച്ചെങ്കിലും ഫയർ എൻഒസി ലഭിക്കാത്ത മൂലം നിർമ്മാണ നടപടികൾ തടഞ്ഞ് AE കരാറുകാരന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.